കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകളെ പിതാവ് വെട്ടിക്കൊന്ന സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. പ്രതി ഉമർ ഫറൂഖിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷെയ്ഖ് അബയാണ് മരിച്ചത്. ഇന്നലെയാണ് +2 വിദ്യാർത്ഥിനിയായ മറിയം ജുമയിലെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനിടയിൽ തടയാൻ പോയ ഷെയ്ഖ് അബയ്ക്കും വെട്ടേൽക്കുകയായിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. ഒന്നിൽ തവണ വെട്ടേറ്റ ജുമയില ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി സ്ഥിരമായി ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിന് പിന്നാലെ ഉമർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് +2 വിദ്യാർത്ഥിനിയായ മറിയം ജുമയിലെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മകളെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. പ്രതി ഉമർ ഫറൂഖിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ഷെയ്ഖ് അബയാണ് മരിച്ചത്. ഇന്നലെയാണ് ഇത്തരത്തിൽ പിതാവ് +2 വിദ്യാർത്ഥിനിയായ മറിയം ജുമയിലെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനിടയിൽ തടയാൻ പോയ ഷെയ്ഖ് അബയ്ക്കും വെട്ടേൽക്കുകയായിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒന്നിൽ തവണ വെട്ടേറ്റ ജുമയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി സ്ഥിരമായി ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ് വിവരം. സംഭവത്തിന് പിന്നാലെ ഉമർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ഒരു സംഭവത്തിൽ മകളെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ ഇത് തടയാനെത്തിയ ഷെയ്ഖ് അബയ്ക്കും വെട്ടിയേൽക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ഒരു സംഭവം എത്തിയതാണ് ഷെയ്ഖ് അബ. ഇദ്ദേഹത്തിനും വെട്ടിയേൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഇദ്ദേഹവും മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് മകളെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നത്. പ്രതി ഉമർ ഫറൂഖിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ഷെയ്ഖ് അബയാണ് മരിച്ചത്. ഈ ഒരു സംഭവത്തിൽ എന്തായാലും പിന്നാലെ പ്രതിയായ ഉമർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.